അതെല്ലാം ചെയ്യാനുള്ള സൗകര്യം ഈ മജ്‌ലിസിൽ നമ്മൾ ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. ഇവിടെ അവരുടെ മതാചാര്യന്മാരുടെ നേതൃത്വത്തിൽ ഇവിടെ നമ്മുടെ ഈ മജ്‌ലിസിന്റെ ഒരു ഭാഗത്ത് ഖദർ മണ്ഡപം ഉണ്ടാക്കി അവിടെ പറയും നെല്ലും അതുപോലെ തന്നെ തുളസിയിലെയും പൂക്കുലയും ഒക്കെ വെച്ചുകൊണ്ട് ചന്ദനക്കുറിയിട്ട അവരുടെ മതാചാര്യന്മാരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇവിടെ അവരുടെ വിവാഹങ്ങൾ നടന്നത്. ഇൻഷാ അല്ലാഹ് ഈ മജ്‌ലിസിൽ നമ്മുടെ ഈ തച്ചനാട്ടുകര പഞ്ചായത്തിൽ പറ്റ ഒരു സഹോദരിയടക്കം നമ്മുടെ പ്രിയപ്പെട്ട സഹോദര സമുദായത്തിൽപ്പെട്ട രണ്ട് സഹോദരിമാരെ നമ്മൾ ചേർത്ത് പിടിച്ചുവെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ വരുന്ന നവംബർ മാസവും ഏകദേശം ഈ മജ്‌ലിസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ പാവപ്പെട്ട യതീമുകളായ ആരും സഹായിക്കാനില്ലാത്ത ആളുകളെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യം തീർത്തു പറയുന്നു, ഈ മജ്‌ലിസിൽ യതീം മക്കളുടെ വിവാഹം നടക്കാറുണ്ട്. ആ യതീം മക്കളുടെ വിവാഹത്തിലേക്ക് പല ആളുകളും തങ്ങളവരുടെ കയ്യിൽ സംഭാവനകൾ നൽകാറുണ്ട്. ഇനി നാളെ യതീം മക്കൾക്ക് വേണ്ടി പിരിവെടുത്ത് ഇവിടെ മറ്റൊരു തരത്തിലുള്ള വിവാഹം നടത്തി എന്നാരും വിവാദങ്ങൾ ഉണ്ടാക്കേണ്ട. ഈ സഹോദര സമുദായത്തിൽപ്പെട്ട രണ്ട് സഹോദരിമാരെയും നെഞ്ചോട് ചേർത്ത് വെച്ച് അവരുടെ ജീവിതത്തിലേക്ക്, കുടുംബ ജീവിതത്തിലേക്ക് അവരെ കൈപ്പിടിച്ചുയർത്താൻ വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും എല്ലാ സാമ്പത്തികവും ഏറ്റെടുത്ത് അത് നൽകിയത് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളാണ് എന്ന് ഈ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ള സഹോദരിമാരെ നമ്മുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയുള്ള വന്ന വധൂവരന്മാർ അതുപോലെ തന്നെ അവരുടെ കുടുംബം അവർക്ക് വേണ്ട ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഒരു 4-5 വാളണ്ടിയർമാരും അഡ്മിന്മാരും നമ്മുടെ ഓഡിറ്റോറിയത്തിൽ എത്തണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. എല്ലാ ആളുകളും പോകേണ്ട 4-5 ആളുകൾ മാത്രം പോയാൽ മതി. ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്‌ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ മജ്‌ലിസിന്റെ പ്രത്യേകത അൽഹംദുലില്ലാഹ് വലിയ സന്തോഷം തോന്നി. 40ാമത് നൂറെ ഹബീബിന്റെ മജ്‌ലിസ് നടക്കുമ്പോ ആ മജ്‌ലിസിൽ നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട രണ്ട് സഹോദരിമാരുടെ വിവാഹം നടന്നിരിക്കുകയാണ്. ഈ മജ്‌ലിസ് എന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ മുമ്പിൽ വന്ന് അവരുടെ പ്രാരാബ്ദങ്ങൾ പറയുമ്പോ, അവരുടെ വിഷമങ്ങൾ പറയുമ്പോ, ആ പ്രാരാബ്ദം പറയുന്നവന്റെ, ആ വിഷമം പറയുന്നവന്റെ മതം നോക്കാതെ, ജാതി നോക്കാതെ, വർഗം നോക്കാതെ അവന്റെ കഷ്ടപ്പാടുകളെ മാത്രം പരിഗണിച്ചുകൊണ്ട് അവരെ ഏറ്റെടുക്കുന്ന ഈ മജ്‌ലിസ് മതസൗഹാർദ്ദത്തിന്റെ ഒരു പ്രതീകമായി മാറിയിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാ ആളുകളെയും, ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് ജാതിയിൽപ്പെട്ടവരാണെങ്കിലും വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ ഏറ്റെടുത്തുകൊണ്ട് കഴിവിന്റെ പരമാവധി അവർക്ക് സഹായങ്ങൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ മജ്‌ലിസ് വലിയൊരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. നമുക്കിടയിൽ സഹായങ്ങൾ നൽകുമ്പോ, പാവപ്പെട്ടവരെ സഹായിക്കുമ്പോ അവിടെ ജാതിയില്ല, അവിടെ വർഗമില്ല, അവിടെ മതമില്ല. മതം നോക്കാതെ, വർഗം നോക്കാതെ, ജാതി നോക്കാതെ പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാൻ ഈ മജ്‌ലിസ് കാണിക്കുന്ന ഈ ഒരു വലിയ സന്ദേശം നമ്മൾ